നമസ്കാരം. ഭൂമിയുടെ അന്ത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് നമുക്ക് ചുറ്റും ഒട്ടും പഞ്ഞമില്ല. ഭൂമി പൊടുന്നനെ ഇല്ലാതായി തീരുമെന്നത് മുതൽ മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ലോകാവസാനം എന്നുവരെയുള്ള അനേകം സിദ്ധാന്തങ്ങൾ നമ്മൾ കേട്ട് തഴമ്പിച്ചതാണ്. നമ്മുടെ കാലത്തെ ഏറ്റവും മഹാനായ ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്സ് തന്റെ പ്രവചനങ്ങളിൽ ഭൂമിയുടെ അവസാനത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകിയിരുന്നു. ഇതിനെക്കുറിച്ച് പുതിയ ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. മരണത്തിന് തൊട്ടു മുമ്പ് 2018 ദി സെർച്ച് ഫോർ ന്യൂ എർത്ത് എന്ന ഡോക്യുമെന്ററിയിലായിരുന്നു ഭൂമിയുടെ അവസാനത്തെക്കുറിച്ചുള്ള തന്റെ പ്രവചനങ്ങൾ സ്റ്റീഫൻ ഹോക്കിങ്സ് പങ്കുവച്ചത്. 2600 വർഷത്തെക്കുറിച്ചായിരുന്നു ഹോക്കിങ്സിന്റെ അവിശ്വസനീയമായ വാക്കുകൾ. മനുഷ്യൻ ഭൂമിയെ ഉപയോഗിക്കുന്നതിൽ കാതലായ മാറ്റങ്ങൾക്ക് തയ്യാറായില്ലെങ്കിൽ ഭൂമി ഒരു ഭീമാകാരൻ തീഗോളമായി മാറുമെന്നായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ പ്രവചനം. ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഹരിതഗ്രഹവാതങ്ങൾ എന്നിവയെല്ലാം ഭൂമിയുടെ നാശത്തിന് വഴിവെക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഭൂമിയിൽ മനുഷ്യന്റെ സുസ്ഥിരമല്ലാത്ത ഊർജ ഉപഭോഗത്തിന്റെയും അമിത ജനസംഖ്യയുടെയും അപകടങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് സ്റ്റീഫൻ ഹോക്കിങ്സ് ഈ ഞെട്ടിപ്പിക്കുന്ന പ്രഖ്യാപനം നടത്തിയത്. അതിവേഗം വളരുന്ന ജനസംഖ്യ ഭൂമിയെ അസഹനീയവും ചുട്ടുപൊള്ളുന്നതുമായ ഗ്രഹവും വാസയോഗ്യമല്ലാത്തതാക്കി മാറ്റുകയും ചെയ്യുമെന്നും ഹോക്കിങ്സ് നിരീക്ഷിച്ചിരുന്നു. എന്നാൽ ഭൂമിയിൽ കാലാവസ്ഥാ മാറ്റങ്ങളെയും ഭൂ ഉപഭോഗത്തിലെ ആശങ്കകളെയും കുറിച്ചുള്ള സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ മുന്നറിയിപ്പുകൾ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ മുഖവിലക്കെടുക്കുന്നുവെങ്കിലും ഭൂമിയുടെ അവസാനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനത്തെ പിന്തുണയ്ക്കുന്നില്ല. കഴിഞ്ഞ 50 വർഷത്തിലധികമായി നാസ ഭൂമിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്നാൽ ഭൂമി 2600 അവസാനിക്കുമെന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുമാണ് നാസ വക്താവിന്റെ പ്രതികരണം. സ്റ്റീഫൻ ഹോക്കിങ്സ് മുന്നോട്ട് വെച്ച ചില ആശങ്കകളെ മുഖവിലക്കെടുക്കുന്ന നാസ ഭൂമിയുടെ ഭാവിക്ക് ഭീഷണിയാകുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള പഠനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമാക്കുന്നത്. പ്രാപഞ്ചിക വിസ്മയമായ തമോഗർത്തങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളാണ് ഹോക്കിങ്സിനെ ഏറെ പ്രശസ്തനാക്കിയത്. സൂര്യനേക്കാൾ പല മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ തകർന്നടിഞ്ഞാണ് തമോഗർത്തങ്ങൾ രൂപപ്പെടുന്നത്. തമോഗർത്തങ്ങളുടെ അതിർത്തി രേഖയായ ഈവൻ ഹൊറൈസൺ അപ്പുറം കടക്കുന്ന പ്രകാശത്തിന് പോലും രക്ഷയില്ലെന്നായിരുന്നു ശാസ്ത്രജ്ഞന്റെ അന്ന് വരെയുള്ള വിശ്വാസം. പക്ഷേ ഈവൻ ഹൊറൈസണിൽ നിന്നും പ്രത്യേക വികിരണങ്ങൾ പുറത്തു വരുമെന്നായിരുന്നു ഹോക്കിങ്സിന്റെ കണ്ടെത്തൽ. ഇന്ന് ഹോക്കിങ്സ് വികിരണങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. എന്നാൽ സ്വന്തം സിദ്ധാന്തങ്ങൾ തന്നെ തിരുത്തുന്ന ഹോക്കിങ്സിനെയും ലോകം കണ്ടിട്ടുണ്ട്. 2014 പുറത്തിറങ്ങിയ ദ തിയറി ഓഫ് എവ്രിതിങ് എന്ന സിനിമ ആ മഹാപ്രതിഭയുടെ ജീവിതം ലോകത്തിന് മുന്നിൽ വരച്ചിട്ടുണ്ട്. ഹോക്കിങ്സിന്റെ സിദ്ധാന്തങ്ങൾ കാലപ്രവാഹത്തിൽ എതിർക്കപ്പെട്ടേക്കാം, മാറ്റിമറിക്കപ്പെട്ടെന്നും വരാം. പക്ഷെ ആരും തകർന്നു പോയേക്കുമായിരുന്ന മഹാരോഗത്തെ തോൽപ്പിച്ച നിശ്ചയദാർഢ്യത്തിനും കഠിന പ്രയത്നത്തിനും മുന്നിൽ ലോകം എന്നും തല കുനിച്ചു നിൽക്കണം.